പോളാർന്ന്. എവിടെ ആയിരുന്നടാ ഇത്രയും നാള്? ഒന്നും പറയണ്ടടാ. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ പണി എന്ന് പറഞ്ഞ നാട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇന്നൊരു സ്ഥലത്താണെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വേറൊരു സ്ഥലത്ത്. നിന്റെ മുഖത്തെന്താടാ ഒരു പാട്? അതെ, പിന്നെ അങ്കമാലി വെച്ചൊരു അടി കിട്ടിയതാ. അവിടെ നിന്നും കിട്ടിയാ? പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ? എന്നാ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇത് പോലീസുകാരുടെ കയ്യിൽ നിന്ന്. എന്താ കാര്യം? കഴിഞ്ഞ ദിവസം ആ ബെൽറ്റ് മേരിയുടെ ഒരു പ്രിന്റുമായിട്ട് പോയതാ. ബിറ്റും ഉണ്ടായിരുന്നു. എന്ത് ബിറ്റ്? ഈ പടത്തിന്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ ഫിലിമിന്റെ ബിറ്റ്. അയ്യേ. ഈ വൈജയന്തി IPS പോലുള്ള എന്തെങ്കിലും പോലീസ് കഥയായിരിക്കും എന്ന് കരുതിയാണ് SIയും ഫാമിലിയും കൂടെ ഷോ കാണാൻ വന്നത്. ആ ഓപ്പറേറ്റർ മുങ്ങുകയും ചെയ്തു. അയാളുടെ കൈ കിട്ടി തന്നെ. അപ്പൊ പിന്നെ അടി കൊണ്ടതിൽ യാതൊരു തെറ്റുമില്ല. ഓളാർന്ന്. അമ്മ എന്തി? അമ്മേ, അടി കൊണ്ട് വീരൊന്നും അമ്മയടുത്ത് പറഞ്ഞ് ചളവാക്കല്ലേ. ഇതാര് സാങ്കുട്ടിയോ? നിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ മോനെ. വാ. സമയം കിട്ടാഞ്ഞിട്ടാ. ഈ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ അല്ലേ അമ്മേ? എന്റെ മോനെ, ഞാൻ നിന്നെ ഒന്ന് കാണുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താ അമ്മേ കാര്യം? നീ ഇവനും കൂടി എന്തെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു കൊടുക്ക്. ഇവിടെ നിന്ന് അച്ഛനും മോനും കൂടി നേരെ നോക്കിയ വഴക്കാ. ഈ ഫിലിം റെപ്രസെന്റേറ്റീവിന്റെ ജോലി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ജോലിയൊന്നും അല്ല. എന്നാ ജോലി അല്ലേന്ന് ചോദിച്ചാൽ ഭയങ്കര ജോലിയാ. നിന്ന് മുള്ളാൻ നേരം കിട്ടൂല. എന്തായാലും വേണ്ടില്ല, നീ ഇവനൊരു ജോലി വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ ശ്രമിക്കാമേ. അല്ല, ചായ ഉണ്ണിയപ്പൊന്നും ഇല്ലേ? ഇപ്പൊ കൊണ്ടുവരാ. അമ്മയുടെ മുമ്പിൽ ഒരു ഡീസന്റ് കള്ള. പിന്നെ എന്തൊക്കെ ഉണ്ട് പറടാ. എന്ത് പറയാൻ? എന്ത് ജോലിയാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാ മതി. ഞാൻ എന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഗ്യാപ്പ് സ്വാമിയോടൊന്ന് പറഞ്ഞു നോക്കാം. ഗ്യാപ്പ് സമയം? ഗ്യാപ്പ് എന്നൊക്കെ പറയുന്ന ഈ ഡിസ്ട്രിബ്യൂഷനിലെ ചില ടേമുകളാണ്. മെയിൻ പടങ്ങളുടെ കളക്ഷൻ കുറയുമ്പോൾ കിട്ടുന്ന ഗ്യാപ്പിൽ കളിക്കുന്ന ചെറിയ പടങ്ങളാണ് ഈ സ്വാമിയുടെ ഉള്ളത്. ഇപ്പോൾ ഉള്ളതൊക്കെ പഴയ പടങ്ങളാ. 1-2 പുതിയ പടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നോക്കാമായിരുന്നു. അതാ നല്ലത്. ഈ പഴയ പടങ്ങളൊക്കെ ഞാൻ കണ്ടതായിരിക്കും. പുതിയ പടങ്ങളാവുമ്പോ കാണാൻ നല്ല ഇൻട്രസ്റ്റ് കാണും. സമയം പോകുന്ന അറിയില്ല. അപ്പൊ നീ സിനിമ കാണാനാ വരുന്നത്, അല്ല ജോലിക്കല്ല? അല്ല, സിനിമയും കാണാൻ ജോലിയും ചെയ്യാം. പിന്നെ നീ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടർമാർ വഴിയൊക്കെ എനിക്ക് സിനിമയിൽ കയറി പറ്റുകയും ചെയ്യാം. ഞാനൊരു വലിയ സിനിമാ നടനാവുമെന്നാണ് കൃഷ്ണക്കണിയാർ പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണക്കണിയാർ പടം എടുക്കുമ്പോ. പിന്നെ ഒരു കാര്യം, നിനക്ക് കൂട്ടാനും കഴിക്കാനും ഒക്കെ അറിയാവോ? ഈ റെപ്രസെന്റേറ്റീവ് പണി എന്ന് പറയുമ്പോ DCR ഒക്കെ എഴുതണ്ട. ഡെയിലി കളക്ഷൻ റിപ്പോർട്ട്. അതൊക്കെ നീ എനിക്ക് വേണ്ടി എഴുതിക്കൊണ്ടാ മതി. നിന്നെ എനിക്ക് വിശ്വാസം തന്നെ. പിന്നെ നിന്റെ മുറപ്പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോവൂ? എടാ, അറം പറ്റുന്ന വർത്തമാനമൊന്നും പറയരുത്. എന്റെ കാര്യം പോട്ടെ, അവളുടെ ഗതി എന്താവും? അങ്ങനെയൊന്നും അവൾക്ക് പോകാൻ പറ്റില്ല. ഈ പെണ്ണിന്റെ മനസ്സാ എപ്പോഴാ മാറുന്നെന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഉടനെ എന്നെ വിളിച്ചോണ്ട് പോന്നേക്ക്. എങ്ങനെയാടാ ഒരു ജോലിയും തൊഴിലും ഒന്നും ഇല്ലാതെ? നാളെ രാവിലെ തന്നെ നമുക്ക് പോയി സ്വാമിയെ കാണാം. ആളിറങ്ങണം. വായി നോക്കിയിരിക്കാതെ വാ, ഇവിടെ ഇറങ്ങണം. ഇങ്ങോട്ടോ. നമ്മൾ ആദ്യമായിട്ട് കമലാസന്റെ നീ പടം കണ്ടിട്ടുണ്ടോ? ഒറ്റ കുത്തിയാൻ വെച്ചിട്ട് നടന്നേ. ഇങ്ങോട്ട് വരാൻ ആരാണ്? സ്വാമി വന്നില്ലേ? വന്നില്ല, ഇപ്പൊ വരും. ഇതാരാ ചേട്ടാ? ഇത് എന്റെ ഒരു കൂട്ടുകാരനാ. നീ പോയി 2 ചായ വാങ്ങിച്ചോളൂ. ഇരിക്കേ. അതെ, ഈ സ്വാമി വന്നാൽ ഉടനെ നീ അങ്ങനെ കാലേ വീഴണം. അത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കാലേ വീഴുക, കാല് വാരിയോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം നീ പറഞ്ഞോലെ. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ കാര്യം ഇന്ന് തന്നെ നീ സമയം എടുത്ത് പറയണം. വേണ്ട, പിന്നെ മതി. എന്താ ധൃതി? പിന്നെ ആ പയ്യനെ വിട്ട് തറയൊക്കെ ഒന്ന് തുടപ്പിക്കണം. കാലേ വീഴാൻ. നീ എന്റെ പണിയുടെ കളയോടാ ഗോപി. നീയും കാല് പിടിച്ചാണ് സമയം എടുത്ത് ജോലി വാങ്ങിച്ചത്. കാല് പിടിക്കാതെ ജോലി ഇട്ടാനൊക്കെ വിഷമം വേണമെങ്കിൽ. നമസ്കാരം. നമസ്കാരം സ്വാമി. നീ എന്ത് കുന്തം? എടാ, ഇത് സ്വാമിയല്ല, ഇതാ ഇടവനക്കാട് ആശാ തിയേറ്ററിലെ അച്ചായനാണ്. ഓഹോ, കാൽക്കിഴ് വീണ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വല്ല ബെൽറ്റ് ബോംബും കൊണ്ടുവന്ന് എന്നെ കൊല്ലാനായിരിക്കും. നിങ്ങളൊക്കെ വന്നിട്ട് സ്വാമിയാണെന്ന് തെറ്റിദ്ധരിച്ചതാ. ഇവിടെ മൈഡിയർ കുട്ടിച്ചാത്തനുണ്ടോ? മൈഡിയർ കുട്ടിച്ചാത്തനൊന്നുമില്ല. മൈഡിയർ റോസി ഉണ്ട്. കുട്ടിച്ചാത്തന അവിടെ ഒരിടത്തും കാണും. അപ്പൊ ഞാനങ്ങോട്ട് പോവാ. അയ്യോ അജയ, കുട്ടിച്ചാത്തനേക്കാൾ റോസിയാണ് നല്ല. വേണ്ടതേ, നീ എന്താ കാണിച്ചത്? എന്നാ നീ ഇനി പറഞ്ഞിട്ടേ ഞാൻ കാല് വീഴും. എന്താ പോരെ? പറഞ്ഞിട്ടേ കാല് വീഴും. ഏത് സമയത്ത്? പുതുവസന്തം. നമസ്കാരം. എന്താടോ സാംസൺ, ഏതായി നരകോന്ത്? നരകോന്തനല്ല, ഗോപിനാഥൻ മേനോൻ. എന്റെ ഒരു കൂട്ടുകാരനാ. എന്താ പ്രശ്നം? അയ്യോ, പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല, അയാളോട് പോകാൻ പറ. ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം ഉണ്ടെങ്കിൽ അയാളോട് നിക്കണ്ടാന്ന് പറ.
സ്വാമി ഞങ്ങൾ ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചു വളർന്നതാ. ഓ അപ്പൊ തന്നെ പോലെ തന്നെ എഡ്യൂക്കേഷൻ കുറവായിരിക്കും അല്ലേ? അല്ല സ്വാമി, ഇവൻ അത്യാവശ്യം അക്ഷരങ്ങളൊക്കെ കൂട്ടി വായിക്കും. സ്വാമി ഇവനോട് ഒരു ജോലി കൊടുക്കണം. ജോലിയാ? ഇവിടെയുള്ള പടങ്ങളൊക്കെ തനിക്ക് അറിഞ്ഞൂടെ? ഒരാഴ്ച തികച്ചും കളിക്കണ ഏതെങ്കിലും പടം ഉണ്ടോ ഇവിടെ? ഇല്ല. അങ്ങനെ കഷ്ടപ്പാടുകളും നരകയാതനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവം സ്വാമിയുടെ മുമ്പിലേക്ക് ഇങ്ങനെ പുള്ളി സച്ചിട്ട് തെണ്ടി നടക്കണ ഒരു മാരണത്തിനെ കൊണ്ടുവരാൻ ഞാൻ തന്നോട് എന്ത് ദ്രോഹാടോ ചെയ്തത് സാംസാ? അല്ല സ്വാമി, റെപ്രസെന്റേറ്റീവ് ജോലി തന്നെ വേണമെന്നൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ ഒന്ന് കയറി പറ്റിയാൽ മതി. ഞാൻ ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അരിമുല്ലയ്ക്കെന്തിന് രോമാഞ്ചം, നീർമാത്രം പൂത്ത പ്രേതഭൂമി, ആരടാ തെണ്ടി, മിണ്ടലട പട്ടി. അങ്ങനെ ഒരുപാട് നാടകങ്ങളിൽ സ്വാമി സ്വാമി തൽക്കാലം എന്റെ കൂടെ പ്രാക്ടീസിന് വിട്ടിട്ട് ജോലിയൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം സ്വാമി സ്ഥിരമായിട്ട് ജോലി കൊടുത്താൽ മതി. അതുവരെ അഭിനയിപ്പിച്ചാൽ മതി. മിണ്ടലട. അതെ സ്വാമി പ്ലീസ്. തനിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ തന്റെ ജോലി ഇയാൾക്ക് കൊടുക്കാം. 2 റെപ്രസെന്റേറ്റീവുമാർക്കുള്ള ജോലി തൽക്കാലം ഇവിടെ ഇല്ല. അയ്യോ അങ്ങനെ പറയരുത് സ്വാമി. വിവാഹപ്രായം എത്തി നിൽക്കുന്ന 7 സഹോദരന്മാർക്കും 6 സഹോദരന്മാർക്കും കൂടിയുള്ള ഏക സഹോദരനാണ് സ്വാമി ഇത്. അങ്ങനെയാണെങ്കിൽ താൻ ഇയാളെയും കൂട്ടിക്കോ. പക്ഷെ തന്റെ പാർട്ടിയിൽ 2 പേരുടെയും ചെലവ് കഴിഞ്ഞോളണം. മതി, ധാരാളം മതി. എന്താ പോരെ? അതെന്ത് ന്യായമാണ് സ്വാമി? അത് മതി സ്വാമി. താൻ എന്താ അത് മതി എന്ന് പറഞ്ഞത്? ഇവനൊരു ജോലി കിട്ടട്ടെ എന്ന് കരുതിയാ സ്വാമി. വേറെ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ നിനക്ക്? ദുരുദ്ദേശം? തിയേറ്ററുകാരുമായിട്ട് ഒത്തുചേർന്ന് എന്നെ പറ്റിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ അന്ന് ഞാൻ നിന്റെ ചീട്ട് കീറും. അയ്യോ അങ്ങനെയൊന്നുമില്ല സ്വാമി. നാളെ മുതൽ തെന്നിയിൽ ഇക്കിളി കൂട്ടും പെണ്ണ് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. പെട്ടിയായിട്ട് ഇന്ന് എന്നെ പോയിക്കോ. ആദ്യത്തെ ഷോക്ക് എന്നെ ഇക്കിളി കൂട്ടണം. അതിനുള്ള ബിറ്റ് പെട്ടിയിലുണ്ട്. സൂക്ഷിച്ചു വേണം ഇക്കിളി കൂട്ടാൻ. പോലീസുകാർ പിടിച്ച തല്ലും കിട്ടും, കേസും ആവും. ബിറ്റ് പൊറിഞ്ഞ് ഇയാളുടെ അണ്ടർവെയറിന്റെ പോക്കലിട്ടോളൂ. ആരും കാണണ്ട. ശരി സ്വാമി. പിന്നെ താൻ ശരിക്കും ജോലി നോക്കി പഠിക്കണം. മിടുക്കനായി വളരണം. 2 പേരും വേഗം പോയി ഇക്കിളി കൂട്ടിക്കോളൂ. എവിടെ? ഡെന്നിയല്. സരിത ഒന്ന് വേറെറിയിക്കാൻ പോലും പറ്റിയില്ല. അവള് കത്ത് കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിലെ മരപ്പൊത്ത് വെക്കും. അതാ മരപ്പത്തിന്ന് എടുത്ത് ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ നിന്റെ അച്ഛനെ എഴുതിയാ മതി. പോടാ മരപ്പട്ടി. നീ ബിറ്റ് എവിടെ വെച്ച്? ഡ്രോയറിലുണ്ട്. പറ്റിയ സ്ഥലത്ത് തന്നെ വെച്ചിരിക്കുന്നു. വേഗം ഇറങ്ങി. വണ്ടി വിടില്ലേട്ടാ, മോളിൽ നിന്ന് ഒരു സാധനം ഇറക്കണം. നീ കയറിയ പെട്ടി ഇറക്കി. ഒരു പോലീസുകാരൻ. കുഴപ്പമാവോ? എന്ത് കുഴപ്പം? അശ്ലീല ഫിലിമിന്റെ നീ കിടന്ന് വിളിച്ചു പോയി കുളവാക്കാതെ കയറി പെട്ടി ഇറക്കണം. ചൂടാവല്ലേട്ടാ, ഇപ്പൊ തന്നെ ഇറക്കും. സൂക്ഷിച്ചിറക്ക്. നോക്കി ഞാൻ പിടിക്കാം. ഇവിടെ ഓട്ടോ ഒന്നും കിട്ടൂല. ഇതിപ്പോ എങ്ങനെ അവിടെ വരെ ഒന്ന് എത്തിക്കുക? 1.5 കിലോമീറ്റർ പോണം. ഞാൻ വേണമെങ്കിൽ എടുത്തോളാം. ഇത്രയും ദൂരോ? നീ ഇങ്ങോട്ട് പിടിച്ചെന്ന് ഞാൻ തലേ വെച്ചോളാം. ഇക്കിളി കൂട്ടുമ്പോഴാണെന്ന് കരുതി കനത്തിനൊരു കുറവുമില്ല. നിന്നെ കൊണ്ട് പെട്ടി ഒമ്പിക്കുന്നത് മോശമാണെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇതുകൊണ്ട് രക്ഷപ്പെടും എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാനിത് സമ്മതിക്കുന്നത്. മനസ്സിലായോ? എടാ, ഇതുപോലെ പെട്ടി ചുമന്നും പോസ്റ്റ് ഒട്ടിച്ചൊക്കെ നടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഇവിടെ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത്. എനിക്കോ അതിനുള്ള ഭാഗ്യം കിട്ടിയില്ല. എങ്ങനെയെങ്കിലും എനിക്കൊരു സിനിമാ നടനായി കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ഗജകേസരി യോഗം. ആ പടമാണ് ഇവിടെ അടുത്ത തിയേറ്ററിൽ നമുക്ക് ഓപ്പോസിഷൻ കളിക്കാൻ പോകുന്നത്. കളിയാക്കിയോ കൃഷ്ണക്കണിയാർ എഴുതിയ ജാതകവാ. പുതിയ പടം? ഇക്കിളിയൂട്ടും പെണ്ണ്. മമ്മൂട്ടിയുണ്ടോ? മമ്മൂട്ടിയില്ല, കോടാലിയുണ്ട്. ഇക്കിളിയൂട്ടും പെണ്ണിലല്ലേ മമ്മൂട്ടി. അങ്ങനെ കേക്കണ്ട. അതെ, സെക്കൻഡ് ഷോക്ക് വരായിരിക്കുന്നത്. നിന്റെ പുതിയ ലൈൻ വല്ലതും തന്നെ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാനിവിടെ പടമായിട്ടൊന്ന് പരിചയപ്പെട്ടതാ. സംഗതി പെശകല്ലാണ്. അയ്യോ പാവം, എന്നോട് വലിയ ഇഷ്ടമാ. ഞാൻ വിളിച്ച പെണ്ണ് എന്തിനും തയ്യാറാ. പക്ഷെ നമുക്കും ഇല്ലേ പെങ്ങന്മാര്? പിന്നെ പിന്നെ നമ്മുടെ തടിയും നമ്മൾ നോക്കണമല്ലോ അല്ലേ? തിയേറ്റർ എത്താറായില്ലേ? നല്ല കാനം അല്ലേ? ഞാൻ പിടിക്കണോ? വേണ്ട വേണ്ട. എന്തെങ്കിലും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ബാല്യം മുതൽക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്.
തലയ്ക്കകത്തൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പുറത്തെങ്കിലും എന്തെങ്കിലും ഉള്ളത് നല്ലതാ. അതെ അതെ, തലയ്ക്കകത്തും പുറത്തും ഒന്നും ഇല്ലാതെ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം ഇതാ. നടക്ക്. ഇതല്ല കുറുക്കന്റെ സന്തതികളാ. ഒരു രൂപയും തരും 10 രൂപ കോലും പോവും. ചാവങ്ങള് വലിയ കഷ്ടമാണ് എന്തായാലും. എടാ ആ പിച്ചൊന്നും കൂടെ എടുത്ത് ഒന്നിട്ട് കൊടുക്കട്ടെ. ഇല്ല കസാലിയൊക്കെ തല്ലു പൊളിച്ചു. ഏത് പിറ്റാ വേണ്ടത്? ആ തെലുങ്ക് നാടിയില്ലേ വിജയമോഹിനി, അവളുടെ കുളി. ഇത് അവളുടെ തന്നെ. കരാത്ത് പെട്ടെന്ന് റീല് കേട്ടണം. കരാത്ത് റീല് കേട്ടത് ഓടിച്ചിന്ന് വേളം വെച്ച് കേട്ടില്ലേ. വിജയമോഹിന്റെ അമ്മന്റെ കുളി. ജനങ്ങൾക്ക് കുളിയുമായി ചോറ് വേണ്ട. കണ്ടോട്ടെ, പയർ നിറയും കണ്ടോട്ടെ. ഇത് പിടിയടാ. ഓ എവിടെ ഇതിന്റെ ഓട്ടാ. എന്താ ആക്കാൻ ഇവർ കുളിച്ചും കണ്ടാ പോരെ? എന്റെ സ്ഥല ഏതാണ്ട് സംഭവം മാറിപ്പോയി. ഇത് വിജയമോഹനിയുടെ കുളിശ്ശേരിയല്ല, ഇത് കുമാരസമ്പത്തിന് മുറിച്ചെടുത്ത ബിറ്റാണ്. അയ്യോ ആശാനെ ബിറ്റ് മാറിപ്പോയി. കഴിഞ്ഞ ഇതൊക്കെ നോക്കി തരണ്ടേ ശവമേ. നാട്ടുകാരുടെ തല്ലി ഞാൻ കൊറന്ന് ഓഫീസാണ് സ്വിച്ച് ഓഫീസ്. അയ്യോ നോക്കടാ, നമ്മുടെ ഓർഡിനൻസ് എത്ര ഡീസന്റുള്ള പാർട്ടീസാ നോക്ക്. ആവശ്യമുള്ളത് കിട്ടിയപ്പോ ഒരു അനക്കുമില്ല. ചാപങ്ങള് മാറ്റിന് ഇത്ര വേഗം കഴിഞ്ഞോ? മാറ്റിന് കഴിഞ്ഞൊന്നുമല്ല, വിറ്റ് കണ്ടു കഴിഞ്ഞപ്പോ ആളിറങ്ങി പോകുന്നതാ. വൃത്തിയേട്ടവന്മാര്. എന്നാ യുവമാർക്ക് നല്ല സിനിമ കാണണം എന്നുള്ളതല്ല. എനിക്കും കൂടെ ഇന്ന് തന്നെ ബിറ്റ് കാണാനുള്ള ഏർപ്പാടുണ്ടാക്കി തരൂ. വൃത്തികെട്ടവാ. പാപ്പിച്ചേട്ടോ, എല്ലാ സാൻകുട്ടിയാ ഇക്കിള് കൂട്ടും പെണ്ണെങ്ങനെയാ? പെണ്ണുങ്ങളാ പ്രിന്റ് കുഴപ്പമില്ല. എത്ര ബിറ്റുണ്ട്? ബിറ്റൊക്കെ നനയ്ക്കാൻ ആവശ്യത്തിന് തരാവടേ. എവിടെ നിന്ന് കിട്ടി ഈ കോന്തപ്പനെ? കോന്തപ്പനല്ല, എന്റെ കൂട്ടുകാരനാ. റെപ്രസെന്റേറ്റീവ് പണി പഠിക്കാൻ കൂടിയിരിക്കാ. ഇവനാ? ഇത് പാപ്പിച്ചേട്ടൻ, ഓപ്പറേറ്റർ. ഇത് കൃഷ്ണൻകുട്ടി. ഹലോ. എടാടാ നീ ചുറ്റടാ. ഈ ചേട്ടനാണ് ബിറ്റ് ഓടിക്കുന്നത്. അല്ല, വേഷം കണ്ടപ്പോഴേ മനസ്സിലായി. ചേട്ടാ, ഞാൻ ഈ ദ്വാരത്തിൽ കൂടെ ഒന്ന് സിനിമ കണ്ടോട്ടെ. ദ്വാരത്തിൽ കൂടെ സിനിമ ഉണ്ടോ? പക്ഷെ അവിടെ ഇവിടെ നിന്ന് കയറി പിടിക്കില്ല കേട്ടാ. കണ്ട ഇത് തനി നാട്ടുമ്പോഴാണല്ലോ. മാറ്റിന് കഴിയാറായി. ഇതിൽ ആശ്രയില്ലാണ്ടാ ഇപ്പൊ കഴിയും. നമ്മുടെ ആ ദാക്ഷാണിച്ചെടുത്ത മോളില്ലേ ലീല, അവളിപ്പോ വരാറില്ലേ? നമ്മളെ രാവണമൂസിലെ മത്തായി അവന്റെ കീപ്പ സുഖായിരിക്കുന്നു. ഞാൻ എന്താണ് ഇത് ചന്തയല്ല കേട്ടാ. കൊണ്ടപ്പം പോ. എന്നാൽ ഞാൻ ഭക്ഷണക്ക് വരാം. നീ ഇങ്ങോട്ട് വന്ന് ഞങ്ങളാ മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം. ചെയ്യേ. അയ്യോ നീ കൊണ്ട് നടക്കാം. അയ്യ 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 അങ്ങനെ നക്കണ്ട കേട്ടാ.